ഹായ്, എല്ലാവർക്കും സുഖമാണോ? ഇന്നൊരു മിനി വ്ലോഗ് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞിറങ്ങിയപ്പോൾ ചേട്ടായും സജിനയും രണ്ട് വഴിക്കുന്ന് എന്നെ മീറ്റ് ചെയ്തു. അങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് ഇന്ന് ഫുഡ് കഴിക്കാമെന്ന് പ്ലാൻ ചെയ്തു. ലുലു മൊത്തം കറങ്ങി നടക്കുന്ന ഒരു സീനാണ് നിങ്ങളിന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ആദ്യം ഞങ്ങൾ ലെൻസ് കാർട്ടിൽ പോയി സജിനയുടെ കണ്ണൊന്ന് ടെസ്റ്റ് ചെയ്യണമായിരുന്നു. ആ കാര്യങ്ങളൊക്കെ ഒന്ന് തിരക്കി അവിടുന്ന് ഞങ്ങൾ നേരെ റൈസ് ആൻഡ് നൂഡിൽസിൽ പോയി. അവിടുന്ന് ഒരു ഫ്രൈഡ് റൈസ്, അതൊരു മിക്സഡ് ഫ്രൈഡ് റൈസാണ്. ഒരു ചിക്കൻ പ്രോൺസ് മിക്സഡ് ഫ്രൈഡ് റൈസ്, സ്പൈസി ഫ്രൈഡ് റൈസ് ആയിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് ഡൊമിനോസിലാണ്. അവിടെ പോയി ഞങ്ങളൊരു പിസ്സ ഓർഡർ ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഞങ്ങളൊരു ഷവർമയും കൂടി ഓർഡർ ചെയ്തു. അത് എവിടെ നിന്നാണെന്ന് ഞാൻ മറന്നുപോയി. അത് കഴിഞ്ഞ് നേരെ ഫലൂദ നേഷനിൽ പോയി. അവിടുന്ന് ഒരു സ്പെഷ്യൽ ഫലൂദ, പിന്നെ ഒരു പുൾമിയപ്പ്, അത് ബ്ലൂബെറിയുടെ ഒരു പുൾമിയപ്പായിരുന്നു കേട്ടോ, അതും വാങ്ങി. അങ്ങനെ എല്ലാം നമ്മൾ സെറ്റ് ചെയ്തു. ചേട്ടായി സജിനയും കൂടെയാണല്ലേ പെറുക്കിക്കൊണ്ട് വന്നത്. അങ്ങനെ നമ്മളെല്ലാം സെറ്റ് ചെയ്തത്. ഇതാണ് നമ്മളുടെ ഫുഡ് ഐറ്റംസ് എല്ലാം ഞങ്ങൾ നേരത്തെ വെച്ചിട്ടുണ്ട്. അങ്ങനെ ഓരോന്നായിട്ട് ഞങ്ങൾ കഴിക്കാൻ പോവാം. ആദ്യം ടേസ്റ്റ് ചെയ്ത് ഷവർമയായിരുന്നു. കൊള്ളാം, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നല്ല ചൂടോടെ കഴിക്കുമ്പം വായിൽ അലിഞ്ഞു പോകാത്ര നല്ല ടേസ്റ്റുള്ള ഷവർമയായിരുന്നു അത്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പിസ്സ കഴിക്കാൻ തുടങ്ങി. ഇങ്ങനെ പിസ്സയും ചൂടോടെ കഴിച്ചില്ലേ കൊള്ളൂലല്ലോ, എല്ലാം അങ്ങനെ തന്നെ കഴിക്കേണ്ടതാണെന്നാലും പിസ്സയ്ക്കൊരു പ്രത്യേകത ഉണ്ടല്ലോ. അങ്ങനെ നമ്മൾ ചൂടോടെ ചീസി പിസ്സയായിരുന്നു. അതുകൊണ്ട് കുറേ നേരം നമ്മളത് വെച്ച് കഴിഞ്ഞാൽ അത് മെൽട്ടായി ഒരുമാതിരിയായി പോകില്ലേ. അതുകൊണ്ട് ഞങ്ങൾ പിസ്സയിൽ പിടിച്ചു. അങ്ങനെ പിസ്സ ഞങ്ങൾ 3 നേരം ടേസ്റ്റ് ചെയ്തു. കൊള്ളാം. ഞാൻ വലിയ പിസ്സ ഫാനല്ല, പക്ഷേ അവർ രണ്ടുപേരും ഭയങ്കര പിസ്സ ഇഷ്ടമുള്ള ആൾക്കാരാണ്. അതുകൊണ്ട് അവർക്ക് രണ്ടുപേർക്കും ഇഷ്ടപ്പെട്ടു. പ്രത്യേകിച്ച് ചേട്ടായിക്ക് ചീസി പിസ്സ എന്ന് പറയുന്ന ചേട്ടായിട്ട് ഭ്രാന്താണ്. എനിക്കിഷ്ടമല്ല, പക്ഷേ പിസ്സയെ എനിക്കിഷ്ടമല്ല, എന്താണെന്നും എനിക്കറിയില്ല. അത് കഴിഞ്ഞ് ഞങ്ങൾ ഫ്രൈഡ് റൈസ് കഴിച്ചു. പിന്നെ ഫലൂദ, അതിൽ വരുന്ന സേമിയ തുണ്ട് കഴിക്കുന്നതിൻ്റെ അപാരതകളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു വിധത്തിൽ അത് ഫിനിഷ് ചെയ്തു. എനിക്കത് കഴിച്ചപ്പോൾ തന്നെ വയറ് നല്ല ഡമ്മെന്നായി. എനിക്കിനി ഒന്നും കഴിക്കാൻ പറ്റൂല ആ സ്ഥിതിയായി. അങ്ങനെ പിന്നെ പുൾമിയപ്പോടെ വെയിറ്റിംഗ് ആണ്. അങ്ങനെ ചേട്ടയുടെ പുൾമിയപ്പ് ബെറി ഫ്ലേവേർഡായിരുന്നു. ഇത്രയും നേരം വെയിറ്റ് ചെയ്തുകൊണ്ടായിരിക്കും അത് ചെറുതായിട്ടൊന്ന് മെൽറ്റായി. എന്നാലും ടേസ്റ്റിന് കുറവൊന്നുമില്ല. പക്ഷേ എനിക്ക് വയറ് ഫുള്ളായതുകൊണ്ട് എനിക്ക് അധികം അങ്ങോട്ട് ആസ്വദിച്ച് കഴിക്കാൻ പറ്റും. അങ്ങനെ ഫുഡൊക്കെ ആസ്വദിച്ച് കഴിച്ച് സജിനേനെ ഡ്രോപ്പ് ചെയ്ത്